ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഗമന നോമ്പിൻ്റെ 20-ാം ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഒരു ഒരുക്കത്തിൻ്റെ നാളുകളിലാണ് നാം ആയിരിക്കുന്നത്. ക്രിസ്തു ജനനത്തിന് വേണ്ടി കാത്തിരുന്നതിൻ്റെ ഓർമ്മ പുതുക്കലും ഒരുക്കത്തിലൂടെ ഒരു സ്വയ ശുദ്ധീകരണവും ഈ ആഗമന കാലത്തിൽ സാധ്യമായി തീരണം. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്നേഹത്തിലൂടെയുള്ള വീണ്ടെടുപ്പ് എന്നതാണ്. അതിനാധാരമായിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. 16-ാം വാക്യം കുറിവാക്യമായി വായിച്ചു കൊള്ളട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഉള്ളടക്കത്തിലും ആശയഘടനയിലും പ്രതിപാദന ശൈലിയിലും വ്യത്യസ്തത പുലർത്തുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങളെ യോഹന്നാൻ അടയാളങ്ങൾ എന്ന് പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം അടയാളങ്ങളുടെ പുസ്തകം എന്ന് അറിയപ്പെടുന്നു. യേശുവും പരീശ പ്രമാണിയായ നിക്കോദിമോസും തമ്മിലുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് യേശു പറയുന്ന പ്രസ്താവനയാണ് 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത്. ഒരു സ്നേഹത്തിന്റെ മൂർധന്യതയാണ് നാം ഇവിടെ കാണുന്നത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് നൽകുവാനും നാം തയ്യാറാണ്. നമ്മുടെ സമ്പത്ത്, ആരോഗ്യം, സമയം ഇവയൊക്കെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുവാൻ നാം തയ്യാറാണ്. എന്നാൽ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണമുള്ള സ്നേഹം പിതാവായ ദൈവത്തിൽ മാത്രം നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. സ്നേഹത്തിന്റെ സത്യസന്ധമായ എക്സ്പ്രഷൻ, പ്രകടനമാണ് നൽകൽ എന്നത്. 3 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായി, പൂർണ്ണമായ വിശ്വാസം. തന്റെ പുത്രനിൽ നിങ്ങൾക്ക് ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ് എന്ന് ഇവിടെ പറയുന്നു. നശിച്ചു പോകാതെ ഇരിപ്പാൻ പുത്രനിൽ പൂർണ്ണമായും വിശ്വസിക്കണം. രണ്ടാമതായി, ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ഉദ്ദേശം നാം മനസ്സിലാക്കണം. നമുക്ക് ഏവർക്കും നിത്യജീവൻ നൽകണം എന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. നാം ജീവിതത്തിൽ ഏതിടങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മെ പറ്റിയുള്ള ദൈവിക ഉദ്ദേശം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ആരും നശിച്ചു പോകരുത് എന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. മൂന്നാമതായി, ലോകത്തെ സ്നേഹിക്കുന്ന പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ പുത്രനെ കാൽവറിയിൽ യാഗമായി നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്ന പിതാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് എന്ത് പകരം നൽകുവാൻ സാധിക്കും? പിതാവ് നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമോ? ആ വലിയ സ്നേഹത്തിലൂടെ അനേകരെ വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഈ നോമ്പാചരണം അതിനുള്ള മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുവാനും അതിനെ പ്രഘോഷിക്കുവാനും ദൈവം നമ്മെ ഏവരെയും എടുത്ത് ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഈ ധ്യാനത്തിൽ വ്യാപരിച്ച ദൈവിക കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാകാരുണ്യത്തിനായി നന്ദി. ആ സ്നേഹത്തിന്റെ വക്താക്കളായി ലോകമെമ്പാടും കർത്താവിന്റെ സാക്ഷിയായി നിലനിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളെ നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കണമേ. സർവവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.